എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽ കനങ്ക താടങ്ക ലീലാ വിഗ്രഹധാരിണി. കാര്യകാരണ നിർമുക്ത, കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അതീതയായവൾ, അതായത് ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് വർത്തിക്കുന്നവൾ. കാമകേളി തരംഗിത, പരമശിവനുമായിട്ടുള്ള കേളിയിൽ അതിരു കവിഞ്ഞ സന്തോഷം കൊള്ളുന്നവൾ. കനൽ കനങ്ക താടങ്ക, കനൽ കനക താടങ്ക, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കർണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നവൾ. ദേവിയുടെ ആഭരണങ്ങൾ വളരെയധികം സ്വർണ്ണ നിറമായിട്ട് ശോഭിക്കുന്നവയാണ്. ലീലാ വിഗ്രഹധാരിണി, ലീലകൾക്ക് വേണ്ടി വിവിധങ്ങളായ രൂപങ്ങൾ കൈക്കൊള്ളുന്നവൾ. ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ ലീലകളാണ്. ആ ലീലകൾക്ക് ദേവി പല പല ലീലകളാടുന്നു. അപ്പോൾ പല പല രൂപത്തിൽ പല പല ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ ലീലകൾ കൈക്കൊള്ളുന്നു. അജാക്ഷയ വിനിർമുഗ്ധ, അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ. അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനമില്ലാത്തവൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സർവ്വചരാചരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനന മരണത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നവരാണ്. എന്നാൽ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവി അജ എന്ന് പറഞ്ഞാൽ ജനന മരണമില്ലാത്തവൾ. ജനനവുമില്ല മരണവുമില്ല, ജനന മരണങ്ങൾക്ക് അതീതയായി വർത്തിക്കുന്നവൾ. ക്ഷയ വിനിർമുക്ത, ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമാണ്. ആ നാശമില്ലാത്തത്, അത് ജനന മരണങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ നാശമില്ലാത്തത് എന്ന് തന്നെയാണ് അർത്ഥം. മുഗ്ധ, സുന്ദരിയായവൾ, വളരെ സൗന്ദര്യത്തോടു കൂടിയിരിക്കുന്നവൾ. ക്ഷിപ്രപ്രസാദിനി, ഏറ്റവും പെട്ടെന്ന് വേഗത്തിൽ പ്രസാദിക്കുന്നവൾ. അന്തർമുഖ സമാരാധ്യ, സ്വന്തം ആത്മാവിലേക്ക് പ്രാമുഖ്യം കാണിക്കുന്നവർക്ക് എളുപ്പത്തിൽ ആരാധിക്കാൻ കഴിയുന്നവൾ. അതായത് ദേവി നമ്മളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവിയെ നമുക്ക് പെട്ടെന്ന് പ്രാപ്യമാകും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേവിയെ ആരാധിക്കാനായിട്ട് സാധിക്കും. ബഹിർമുഖ സുദുർലഭ, ബഹിർഭാഗത്തേക്ക്, ബഹിർഭാഗം എന്ന് പറഞ്ഞാൽ ബാഹ്യഭാഗത്തേക്ക്, അല്ലെ ഭൗതിക ലോകത്തിലേക്ക് മുഖം തിരിക്കുന്നവർക്ക് പ്രാപിക്കാൻ ഏറ്റവും വിഷമമുള്ളവൾ. നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ തിരയുകയാണെങ്കിൽ ദേവി എന്താണ്? ക്ഷിപ്രപ്രസാദിനിയാണ്. ദേവിയെ നമുക്ക് എളുപ്പത്തിലായിട്ട് നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എളുപ്പത്തിലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ബാഹ്യലോകത്തിലേക്ക് ദൃഷ്ടിയെ വയ്ക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബാഹ്യലോകത്തിലേക്ക് സുഖം കണ്ടെത്തുന്നവർക്ക് ദേവിയെ അറിയാനായിട്ട് സാധിക്കുന്നില്ല. അത് വിഷമമാണെന്ന് പറയും. ത്രിവർഗനിലയാം ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ്യ നിരാലംബ സ്വാത്മാരാമ സുധാശ്രുതി. ത്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋക്, യജുസ്, സാമം എന്നീ 3 വേദങ്ങളുടെയും സ്വരൂപത്തിലുള്ളവൾ. ഇപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവി വേദസ്വരൂപിണിയാണ്, അല്ലേ? വേദത്തിൻ്റെ പരമമായ സ്ഥാനം തന്നെയാണ് ദേവി. ദേവിയുടെ വാക്കുകൾ തന്നെയാണ് വേദങ്ങൾ. അപ്പോൾ ത്രിവർഗമാകുന്ന നിലയത്തോട് കൂടിയവൾ, അതായത് 3 കാലത്തും പ്രണവാക്ഷരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ, എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുന്നവൾ, എല്ലാ വാണികളിലൂടെയും വേദങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവൾ. ഇനി എന്താണ് ത്രിവർഗം എന്ന് പറഞ്ഞാൽ? ധർമ്മം, അർത്ഥം, കാമം എന്നിവയാണ് ത്രിവർഗങ്ങൾ.
ത്രിസ്ത 3 കാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൾ. എല്ലാ കാലങ്ങളിലും അല്ലേ, വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും എല്ലാ കാലത്തിലും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജനന മരണാദികളില്ലാത്തവൾ. അപ്പം എല്ലാ കാലത്തും ആരുണ്ട്? ദേവിയുണ്ട്. എല്ലാ കാലത്തും ദേവി ഇവിടെ തന്നെ ഉണ്ട്. ത്രിപുരമാലിനി എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ 3 വലയങ്ങളാകുന്ന മാലയോട് കൂടിയവൾ. നിരാമയ, യാതൊരു ആമയങ്ങളും ഇല്ലാത്തവൾ. ആമയങ്ങൾ പറഞ്ഞാൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് ആമയങ്ങൾ. ഈ ആമയങ്ങളൊന്നും തന്നെ ഇല്ലാത്തവൾ. ഒന്നിനെ കൊണ്ടും ഒന്നും ദേവിയെ സ്പർശിക്കില്ല. നിരാലംബ, ആരെയും ആശ്രയിച്ച് നിൽക്കാത്തവൾ. ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. ദേവി ആരെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല. സത്മാരാമ, സ്വന്തം ആത്മാവിൽ രമിക്കുന്നവള. സുധാശ്രുതി, അമൃതത്തിൻ്റെ സരണി. സരണി പറഞ്ഞ ഒഴുക്കാണ്. ആ സരണിയുടെ രൂപത്തിലുള്ളവൾ അല്ലേ. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, യജ്ഞപ്രിയ, യജ്ഞകർത്തി, യജമാനസ്വരൂപിണി. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, സംസാരമാകുന്ന പടുചളികളിൽ മുങ്ങിക്കിടക്കുന്നവരെ ഉദ്ധരിക്കുന്നതിൽ സാമർഥ്യത്തോടു കൂടിയവൾ. അത് ആരാണോ ഈ സംസാര ചക്രത്തിൽ ഉഴലിൽപ്പെട്ടിട്ട് അക്കരെ എത്താതെ വിഷമിച്ചിരിക്കുന്നവർ, അവരെ കൈപിടിച്ചുയർത്താൻ വളരെയധികം സാമർഥ്യമുള്ളവൾ. യജ്ഞപ്രിയ, യജ്ഞങ്ങൾ പ്രിയമായവൾ അല്ലേ. അതായത് മർത്യരെ മുഴുവൻ സംസാര വാരിധിക്ക് അക്കരെ എത്തിക്കുന്നവളാണ് ദേവി. അപ്പോൾ സംസാരത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നവരെ അക്കരെ എത്തിക്കുന്നവൾ. ഇനി യജ്ഞപ്രിയ, യജ്ഞങ്ങൾ പ്രിയമായവൾ. യജ്ഞകർത്തി, യജ്ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് നിർവഹിക്കുന്നവൾ. യജമാനസ്വരൂപിണി, യാഗങ്ങൾ ചെയ്യുന്നവരുടെ രൂപത്തിലുള്ളവൾ. അപ്പം എല്ലാ രൂപത്തിലും ദേവി തന്നെയാണ് വർത്തിക്കുന്നത്. അപ്പം എല്ലാ രൂപത്തിലും നിലയായിരിക്കുന്നവൾ, എല്ലാ രൂപത്തിലും വർത്തിക്കുന്നവൾ.